നമസ്കാരം. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒന്നാണ് 1975 ജൂൺ 25 അർദ്ധരാത്രി. സ്വതന്ത്ര ഇന്ത്യയിൽ പൗരന്മാരുടെ മൗലികാവകാശങ്ങൾ പൂർണ്ണമായും റദ്ദാക്കപ്പെട്ട പത്രങ്ങൾക്കും പ്രതിപക്ഷത്തിനും വിലക്കേർപ്പെടുത്തിയ 21 മാസങ്ങൾ. എന്തുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? അന്ന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? നമുക്ക് പരിശോധിക്കാം. എന്റെ പേര് ശ്രീരാം. What I do is explain. Welcome to Kerala Clicks. ഈ സംഭവങ്ങളുടെ തുടക്കം 1971 തിരഞ്ഞെടുപ്പിൽ നിന്നാണ്. റായ്ബറേലിയിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ മത്സരിച്ച രാജ് നാരായൺ തിരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നുവെന്ന് ആരോപിച്ച് കോടതിയെ സമീപിച്ചു. 1975 ജൂൺ 12 അലഹബാദ് ഹൈക്കോടതി ചരിത്രപരമായ ഒരു വിധി പുറപ്പെടുവിച്ചു. ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് വിജയം കോടതി റദ്ദാക്കി അവർക്ക് 6 വർഷത്തേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി. ഇതോടെ പ്രധാനമന്ത്രി പദം രാജിവെക്കേണ്ടി വരുമെന്ന സാഹചര്യം ഇന്ദിരാഗാന്ധിക്ക് നേരിടേണ്ടി വന്നു. ഈ വിധി വന്നതോടെ പ്രതിപക്ഷം ശക്തമായി രംഗത്തെത്തി. ജയപ്രകാശ് നാരായൺ അഥവാ JP നേതൃത്വത്തിൽ രാജ്യമൊട്ടാകെ പ്രതിഷേധം ആളിപ്പടർന്നു. സിംഹാസനം ഒഴിഞ്ഞു തരിക, ജനങ്ങൾ വരുന്നു എന്നതായിരുന്നു അവരുടെ മുദ്രാവാക്യം. രാജ്യത്ത് ഭരണഘടനാപരമായ പ്രതിസന്ധി ഉണ്ടായെന്നും ക്രമസമാധാനം തകർന്നുവെന്നും കാണിച്ച് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയ്ക്ക് ശുപാർശ ചെയ്തു. 1975 ജൂൺ 25 രാത്രി രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇതിൽ ഒപ്പുവെച്ചു. പിറ്റേന്ന് പുലർച്ചെ തന്നെ പ്രധാന പ്രതിപക്ഷ നേതാക്കളായ JP വാജ്പേയി, അദ്വാനി തുടങ്ങിയവരെയെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്തു. പത്രം ഓഫീസുകളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. പത്രങ്ങളിൽ എന്ത് വരണമെന്ന് സർക്കാർ തീരുമാനിക്കുന്ന സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. ഇക്കാലത്താണ് സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ വിവാദമായ നിർബന്ധിത വന്ധ്യകരണം പരിപാടി നടന്നത്. ആയിരക്കണക്കിന് ആളുകളെ വിചാരണയില്ലാതെ ജയിലിലടച്ചു. ജനാധിപത്യം തടവറയിലായ നാളുകളായിരുന്നു. നീണ്ട 21 മാസങ്ങൾക്ക് ശേഷം 1977 അടിയന്തരാവസ്ഥ പിൻവലിച്ചു. തൊട്ടു പിന്നാലെ നടന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെട്ടു. ഇന്ത്യയിൽ ആദ്യമായി ഒരു കോൺഗ്രസ് ഇതര സർക്കാർ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നു. അധികാരം നിലനിർത്താൻ ജനാധിപത്യത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നതിന്റെ ഏറ്റവും വലിയ പാഠമായിരുന്നു 1975 അടിയന്തരാവസ്ഥ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.